നമസ്കാരം, ഹരിതകേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കൂൺ കൃഷിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂൺ എന്നത് വളരെ പോഷക ഗുണങ്ങൾ നിറഞ്ഞ ഒരു ആഹാരമാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് അത് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്ക് ഭക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീട്ടിൽ കൂൺ തയ്യാറാക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഇന്ന് വിശദമായി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. കൂൺ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി അതിന്റെ മാധ്യമമായിട്ടുള്ള വൈക്കോല്, PP കവർ, പ്രധാനമായും കൂൺ വിത്ത്, ഇവയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് മാധ്യമമായിട്ടുള്ള വൈക്കോലിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ നമ്മൾ കൂൺ വളരുന്നതിനാവശ്യമായ മാധ്യമം അഥവാ കൂൺ പടർന്നു പോകുന്നതിനാവശ്യമായ മാധ്യമമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വൈക്കോലാണ്. ഇതിന് പുറമെ നമുക്ക് അറക്കപ്പൊടി അതായത് വെളിച്ചപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വാഴപ്പഴം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ തെങ്ങിന്റെ ചേരിച്ചോറ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് മാധ്യമങ്ങളായിട്ട് ഉപയോഗിക്കാം. വീടുകൾ തയ്യാറാക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വൈക്കോൽ തന്നെയാണ്. ഇതിന് പുറമെ മെഷ് പെല്ലറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. മെഷ് പെല്ലറ്റുകൾ എന്നാൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള അറക്കപ്പൊടി തന്നെയാണ് നമുക്ക് മെഷ് പെല്ലറ്റുകളായിട്ട് ലഭിക്കുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് കൂൺപിടുകൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമമായ വൈക്കോല് എങ്ങനെ അണുനശീകരണം ചെയ്യാമെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം. നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമം ഏതായാലും അത് കൃത്യമായ രീതിയിൽ അണുനശീകരണം ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് കൃത്യമായി കൂൺ കൃഷി ചെയ്യാൻ സാധിക്കില്ല. അത് ആ ബെഡ് എന്നാൽ കൂണ് നമ്മൾ തയ്യാറാക്കുന്ന ആ യൂണിറ്റ് നശിച്ചു പോവുകയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വൈക്കോലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം എന്ന് പറയുന്നത് ഇത് തിളപ്പിക്കുക അല്ലെങ്കിൽ ആവിയിൽ പുഴുകിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നമുക്ക് പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുന്ന മാർഗം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് നമ്മൾ 18 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വൈക്കോല് നമ്മൾ ഒരു അരമണിക്കൂറോളം തിളയ്ക്കുന്ന വെള്ളത്തിൽ പുഴുകിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം നമ്മൾ ആവിയിൽ പുഴുകിയെടുക്കുകയോ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കെമിക്കൽ ഉപയോഗിച്ച് നമുക്ക് അണുനശീകരണം നടത്താവുന്നതാണ്. ഇത് സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഒരു മാർഗം തന്നെയാണ്. അത് വ്യാവസായികമായിട്ട് ചെയ്യുമ്പോൾ പലരും കെമിക്കൽ അണുനശീകരണ മാർഗമാണ് സ്വീകരിക്കാറുള്ളത്. നമുക്ക് ഫോർമാലിനും അതുപോലെ കാർബൺ ഡാസും അത് നമുക്ക് മാർക്കറ്റിൽ ബാവിസ്റ്റിൻ എന്ന പേരിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അണുനശീകരണം നടത്താവുന്നതാണ്. ഇനി നമുക്ക് കൂൺ ബെഡ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ മറ്റൊന്നാണ് അതിന് ആവശ്യമായ കവർ. നമ്മൾ പൊതുവെ PP കവർ അഥവാ പോളിപ്രൊപ്പൈൻ കവറാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് കൂൺ വിത്തുകൾ തന്നെയാണ്. ഗുണമേന്മയുള്ള കൂൺ വിത്തുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ കൂൺ വിത്തുകൾ കൈപ്പറ്റി കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, അവിടെ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കൂൺ വിത്തുകൾ കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശുചിത്വം ഇത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ച് കൈകളും കാലുകളെല്ലാം അണുനശീകരണം നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ പ്രക്രിയക്കെല്ലാം ഇറങ്ങേണ്ടത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളായാലും ഉപയോഗിക്കുന്ന നീഡിൽ അല്ലെങ്കിൽ നൈഫ് എന്തായിരുന്നാലും അതെല്ലാം അണുനശീകരണം ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അല്ലാത്ത പക്ഷം കണ്ടാമിനേഷൻസ് ഉണ്ടായി നമ്മളെ കൊണ്ടിട്ട് നശിച്ചു പോകുന്നതിന് കാരണമാവും. നമ്മൾ H ഇനത്തിൽപ്പെട്ട വിത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നെല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ചോളത്തിൽ നമുക്ക് തയ്യാറാക്കിയ വിത്തുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മളിവിടെ നെല്ലിൽ തയ്യാറാക്കിയ H ഇനത്തിൽപ്പെട്ട വിത്ത് ഉപയോഗിക്കുന്നു. ഇത് നമ്മൾ തുറക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കത്രിക അല്ലെങ്കിൽ കത്തി അണുനശീകരണം ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടാതെ കൈകൾ വൃത്തിയായി അണുനശീകരണം ചെയ്തതിനു ശേഷം മാത്രം ഇത് തുറക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് കവർ തുറന്ന് ഒരു പ്ലേറ്റിലേക്ക് അണുനശീകരണം മുന്നേ ചെയ്ത് വെച്ച പ്ലേറ്റിലേക്ക് നമുക്ക് വിത്ത് എടുക്കാവുന്നതാണ്. ഈ വിത്തിനെ നമ്മൾ സ്പോൺ എന്നാണ് പറയുക. ഇത് നമുക്കറിയാം കൂണൊരു തരത്തിലുള്ള ഫംഗസ് ആണ്. ആ ഫംഗസ് നമ്മൾ ടിഷ്യൂ കൾച്ചർ പോലുള്ള ടെസ്റ്റ് ട്യൂബ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് ഈ ഒരു വിത്ത് എന്ന് പറയുന്നത്. നമ്മൾ നന്നായി ഇത് വേർതിരിക്കുക, ഇതുപോലെ ആക്കി എടുക്കുക. ഇതാണ് നമ്മൾ വിത്തായി ഉപയോഗിക്കുന്നത്. നമുക്ക് 300 ഗ്രാമിന്റെ വിത്താണ് പൊതുവെ നമുക്ക് ലഭിക്കുന്നത്. ആ 300 ഗ്രാം വിത്ത് ഉപയോഗിച്ച് നമുക്ക് 2 ബെഡുകൾ തയ്യാറാക്കാം. 2 ബാഗിൽ നമുക്ക് വിത്ത് നിറയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വിത്ത് നമുക്ക് ആദ്യം 2 ഭാഗമായി പകുത്തു വെക്കാം. എന്നാൽ നമുക്ക് 2 ബെഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. കൂൺ ബെഡ് തയ്യാറാക്കുന്നതിനുള്ള PP കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സിലിണ്ടർ ആകൃതിയിലാണ് നമുക്ക് ഈ ബെഡ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മാർഗം ഈ എടുക്കുന്ന കവറ് അതിന്റെ പിൻവശത്ത്, അതായത് അടഞ്ഞു വെക്കുന്ന ഭാഗം ഞെറി പോലെ
ഞൊറി പോലെ എടുത്തതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് പുറം മറച്ചെടുക്കുക എന്നതാണ്. ഞാനിവിടെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് കാണിക്കാനായിട്ട്. ഇത് തല കീഴായി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സർക്കുലർ ഷേപ്പിൽ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമുക്ക് നമ്മുടെ കവർ ലഭിക്കും. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ചെയ്യാൻ സുഖകരമായിരിക്കും. പലരും പല മാർഗങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അനുയോജ്യം തോന്നുന്ന മാർഗം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമ്മളിവിടെ 3 ലെയറുകളായിട്ടാണ് വൈക്കോൽ നിറയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 2 ഇഞ്ച് കനത്തിൽ നമുക്ക് വൈക്കോൽ നിറച്ച് നന്നായിട്ട് അമർത്തിയെടുക്കണം. ഇത് അമർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം നമ്മൾ വിത്ത് ഇതിൻ്റെ അരികവശം ചേർന്നുകൊണ്ടാണ് നമ്മൾ വിത്ത് നിറയ്ക്കേണ്ടത്. ഇതിന് താഴേക്ക് നമ്മൾ നന്നായിട്ട് അമർത്തി കൊടുത്തുകൊണ്ട് വിത്ത് നിറയ്ക്കുകയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ബെഡ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ കവർ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് വൈക്കോലുണ്ട്. ഇനി ആദ്യം ചെയ്യേണ്ടത് കുറച്ച് വിത്തെടുത്തതിന് ശേഷം നമ്മൾ താഴെ ബെഡിന്റെ താഴെയായിട്ട് വിതറിടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വൈക്കോൽ നിറയ്ക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒരു ചെമ്മാട് പോലെ പെരുകയെല്ലാം പോലെ നമ്മളിങ്ങനെ വട്ടത്തിൽ ചുറ്റിയെടുക്കുക വൈക്കോൽ. അതിനുശേഷം കവറിലേക്ക് ഇറക്കി കൊടുക്കുക. ഇത് നന്നായി വിടർത്തി വയ്ക്കുക, സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നന്നായിട്ട് അമർത്തി കൊടുക്കുക. ഇതെല്ലാം പ്രഷറിൽ ടൈറ്റായി നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ബെഡ് സ്പ്രെഡ് ആവുന്നതും നല്ല രീതിക്ക് നമുക്ക് വിളവ് ലഭിക്കുന്നു. അതിനായിട്ട് നല്ല രീതിക്ക് ഇത് അമർത്തി കൊടുക്കുക. നമ്മൾ വിത്തിട്ടതിന് ശേഷം ആ സൈഡിലൂടെ നമുക്കൊരു വര പോലെ വിത്ത് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത ലെയർ വൈക്കോൽ നിറയ്ക്കുകയാണ്. എത്താത്ത ഭാഗങ്ങളെ നന്നായിട്ട് കൊടുക്കുക. അവസാനം വരുന്ന കുറച്ച് വിത്ത് ഇതിന് മുകളവശത്തും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായി നിറച്ചതിന് ശേഷം ഇനി നമ്മൾ ബെഡ് കെട്ടുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം ഇത് കെട്ടാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ടാണ് കെട്ടുന്നത്. നമുക്ക് നൂല് ഉപയോഗിച്ചും ടൈറ്റായിട്ട് കെട്ടാവുന്നതാണ്. ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും മുൻകൂട്ടിയാണ് നിശ്ചയം നടത്തിയെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നമ്മളെ ബെഡ് നമ്മൾ കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബെഡ് സെറ്റാക്കിയതിനു ശേഷം നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഓട്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പല രീതിക്ക് നമുക്ക് ചെയ്യാം. ചിലർ മുൻകൂട്ടി ഓട്ടിട്ടതിന് ശേഷം കവറിൽ വൈക്കോൽ നിറയ്ക്കാറുണ്ട്. അത് നമുക്ക് പേപ്പർ പഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഓട്ടിടാം, അല്ലെങ്കിൽ വലിയ സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ പൊതുവെ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ അവിടെ ഓപ്പൺ ആവുകയും ചെയ്യും, എന്നാൽ പ്രാണികളൊക്കെ കയറാനുള്ള സാധ്യത കുറയുന്നതായിട്ടും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആ രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് പല ഭാഗങ്ങളായിട്ട് ധാരാളം ഹോളിട്ട് കൊടുക്കാം. ഇതുവഴിയാണ് നമ്മുടെ കൂൺ മുളച്ച് പിന്നീട് പുറത്തു വരുന്നത്. മുകൾവശത്ത് ഞാൻ ചെറിയ ഗ്യാപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ അടിവശം നമ്മൾ കൂൺ വിത്തുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ഗ്യാപ്പിട്ട് ഓട്ടിട്ട് കൊടുത്തോളം നിർബന്ധമില്ല. കാരണം അത് കൂടെ കൂൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഉറിയിൽ തട്ടുതട്ടായി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. വശങ്ങളിലൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ഇതിന് കിട്ടേണ്ട ഈൽഡ് നമുക്ക് വശങ്ങളിലൂടെ തന്നെ ലഭിക്കും. നമ്മളിപ്പോൾ കൂൺ ബെഡ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കൂൺപുരയിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ കൂൺപുരയിൽ ഉറികളിലായിട്ട് നമുക്ക് തൂക്കിയിടാം, അല്ലെങ്കിൽ ഷെൽഫെല്ലാം തയ്യാറാക്കിയെടുക്കുക, അങ്ങനെ വെക്കാവുന്നതാണ്.
ഇത് തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 15 ദിവസത്തോളം ഒരു ഇരുട്ടുമുറിയിൽ ഡാർക്ക് റൂമിൽ സൂക്ഷിക്കുക എന്ന് പറയാറുണ്ട്. എങ്കിലും വലിയ പൂർണ്ണമായി ഇരുട്ടായിട്ടുള്ള റൂമൊന്നും അത് വേണമെന്നില്ല. വായുസഞ്ചാരമുള്ള അധികം വെളിച്ചം കിടക്കാത്തൊരു മുറിയിലാണ് നമ്മൾ 15 ദിവസം ഇതിനു വേണ്ടിയിട്ട് വെക്കേണ്ടത്. 15 ദിവസത്തിന് ശേഷം നമുക്ക് അതിനിടയ്ക്ക് നമ്മൾ പോയി കൊണ്ടുപോയി ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. 15 ദിവസത്തിന് ശേഷം നമ്മൾ ഇതിലൊന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇതിലെ വാട്ടർ കണ്ടന്റ് എങ്ങനെയുണ്ട്, നനവ് വീട്ടിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. 15 ദിവസത്തിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയ മുകളിൽ പുറത്തു വരുന്നത് കാണാൻ പറ്റും. നമുക്ക് ഏകദേശം 24 ദിവസത്തോടെ തന്നെ നമുക്ക് പൂർണ്ണ വളർച്ച എത്തിയ കൂണുകൾ നമുക്ക് ഇതിന് പുറത്തെടുക്കാവുന്നതാണ്. നമ്മൾ നല്ല വൃത്തിയാക്കിയ റൂമാണ് നമുക്കിത് കൂൺപൊരിയായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എന്നുള്ള പ്രോപ്പറായിട്ടിരിക്കുക എന്നുള്ളതാണ്. 27 ഡിഗ്രിയാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് പറയാൻ പറ്റും. 25 മുതൽ 32 ഡിഗ്രി ടെമ്പറേച്ചർ വരെ നമ്മളെ കൂൺ വളരും. നമ്മളിവിടെ ചെയ്യുന്നത് ഓയിസ്റ്റർ മഷ്റൂം അഥവാ ചിപ്പിക്കൂണിന്റെ കൃഷി രീതിയാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. ചിപ്പിക്കൂണിന് ഈ ടെമ്പറേച്ചർ അഭികാമ്യമാണ്. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനുവേണ്ടി നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെറിയ തോതിൽ നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇട ദിവസങ്ങളിലായിട്ട് നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. മഴക്കാലങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഈ ഒരു കൃഷി നല്ല റിസൾട്ട് കിട്ടുന്ന രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചിപ്പിക്കൂൺ കൃഷി വീടുകളിൽ ചെയ്യുന്നതിനുള്ള ലളിതമായ മാർഗമാണ് നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. നിങ്ങൾ വ്യവസായിക അടിസ്ഥാനത്തിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അതിന്റെ കറക്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കൂടുതലായി കൂൺ കൃഷിയെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ആ മേഖലയിലേക്ക് ഇറങ്ങുക. ചെറിയ രീതിയിൽ നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിന് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.